മോട്ടോർ ആഷിഖാണ് അജ്മാനിന് നമ്മൾ GS 1300 ലോൺ റൈഡറിൻ്റെ ലൈറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ അതിൻ്റെ കൺട്രോളർ പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ കൺട്രോളർ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ കൺട്രോളർ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ ഇനി ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈസിക്കാൻ്റെ സോഫ്റ്റ്വെയർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ലോൺ റൈഡറിൻ്റെ www.loanrider.com പോയിട്ട് നോക്കി കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ കിട്ടും, ആപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയർ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രോളറായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം അതിൽ രജിസ്ട്രേഷൻ കാണിക്കും. രജിസ്ട്രേഷനിൽ മോഡൽ നമ്പർ, ചേസിസ് നമ്പർ, പിന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ്, പ്രൊഡക്റ്റ് എപ്പോഴാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം ചോദിക്കും. നമ്മുടെ മെയിൽ ID, ആ മെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം നമ്മൾ ഫയർവെയർ അപ്ഡേറ്റ് കാണിക്കും. ഫയർവെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം അപ്ഡേഷൻ കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൽ നിന്ന് നമ്മൾ ഒരിക്കലും കൺട്രോളർ ഡിസ്കണക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, കീ ഓഫ് ചെയ്യാനോ പാടില്ല. വണ്ടി എപ്പോഴും കീ ഓൺ ആയിരിക്കണം. ഓക്കെ, ഫയർവെയർ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ്റർഫേസ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിർബന്ധമില്ല, അത് ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ ES ബസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സർക്യൂട്ടും കൂടി ഉണ്ട്. ആ വൈറ്റ് സർക്യൂട്ടിലാണ് അതായത് കൺട്രോളറാണ്. അത് കൺട്രോളറിൻ്റെ നമ്മൾ എത്ര സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്രയും സർക്യൂട്ടിൻ്റെ കൺട്രോളിങ്ങിന് ES ബസ് സിസ്റ്റമാണ് ഒറ്റ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ES ബസ് സിസ്റ്റം സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇൻ്റർഫേസ് വരും. അത് ഈ ലോൺ റൈഡറിൽ മാത്രമാണ് കേട്ടോ വരുന്നത്. ES ബസ് സിസ്റ്റം എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ES ബസ് സിസ്റ്റം സ്കാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ DR ലൈറ്റ് എല്ലാം സെപ്പറേറ്റ് ആയി കാണിക്കുന്നത് ഈ ലോൺ റൈഡറിൻ്റെ ലൈറ്റ് മാത്രമാണ്. ഇങ്ങനൊരു നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട അത് ഇൻ്റർഫേസാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് എല്ലാം മാറ്റാം. ഇതിൽ ആംബർ ലൈറ്റ് മാറ്റിയിട്ട് നമുക്ക് വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം. ഡേ ഇൻറ്റൻസിറ്റി, നൈറ്റ് ഇൻറ്റൻസിറ്റി എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ആക്സസറീസാണ് കണക്ട് ചെയ്യുന്നത്, ഓക്സിലറി ലൈറ്റ്, അതായത് ബ്രേക്കിൻ്റെ ഓക്സിലറി ലൈറ്റ്, അത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രോബ് ഓപ്ഷൻ മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ ഹോൺ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എല്ലാ സർക്യൂട്ടിലും ഏതൊക്കെ ആക്സസറീസാണോ ആഡ് ചെയ്യുന്നത് അത്രയും സർക്യൂട്ടിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമുക്കതിൽ ആ ഇൻ്റർഫേസിൽ നമുക്ക് കാണും. ഇപ്പം ഞാൻ ഓണാക്കിയിരുന്നത് ഇപ്പോൾ എല്ലാം സിഗ്നലിൻ്റെയും പിന്നെ സ്ട്രോബിങ്ങിൻ്റെയും, ഹോൺ അടിക്കുമ്പോൾ സ്ട്രോബ് ചെയ്യുക, അതേമാതിരി പാസ് അടിക്കുമ്പോൾ പാസ്, ഹൈ ബീം, അതിൻ്റെ എല്ലാമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആണെങ്കിൽ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ഫ്യൂസിൻ്റെ ആംസ് സെറ്റ് ചെയ്യണം. അതായത് ഫ്യൂസിൻ്റെ ആംസ് സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 10 ആംസ് എങ്കിലും വെക്കാൻ നോക്കുക.
ലൈറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച്. പിന്നെ നിങ്ങൾ ഡീഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ 3 ലൈൻ കാണില്ലേ, അതിൽ ക്ലിയർ ദ ഡീഫോൾട്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് എല്ലാം അവർ റിക്കവർ ആക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോട്ടോർ സ്റ്റെപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.